ഹലോ കൂട്ടുകാരെ, ഇത് നമ്മൾ പറമ്പിൽ നിന്നാണെങ്കിൽ നല്ല ചേമ്പും അതുപോലെ തന്നെ കപ്പയെല്ലാം പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ അത് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി പുളിയും അതുപോലെ കാന്താരിയും ചുവന്നുള്ളിയൊക്കെ ചേർത്ത് അങ്ങ് അരച്ചു കേട്ടോ. അങ്ങനെ അരച്ച് നല്ലൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി. അതെല്ലാം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഐസുകാരൻ ചേട്ടൻ ഐസായിട്ട് പോകുന്നുണ്ടായിരുന്നേ. അപ്പോൾ ആ ചേട്ടൻ ഇന്ന് കുറച്ച് ഐസ്ക്രീം എല്ലാം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ തോട്ടിൽ പോയി ഒന്ന് കുളിക്കാൻ തോന്നിയത്. അങ്ങനെ ഡോക്ടർ വന്ന മരുന്നെണ്ണയൊക്കെ തലയിൽ നല്ലോണം തടവി നല്ലോണം ഒരു മസാജ് ഒരു 10-15 മിനിറ്റ് മസാജൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾ എന്ത് ഓയിലും തലയിൽ അപ്ലൈ ചെയ്യുവാണെങ്കിലും ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തലയിൽ നല്ലോണം മസാജ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുകയാണെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് കിട്ടുമേ. അടുത്തേക്ക് ഞാനാണെങ്കിൽ തോട്ടിലോട്ട് പോകാനായിട്ട് പയ്യെ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കൂട്ടത്തിൽ കസിൻ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളാണെങ്കിലും മിണ്ടിയും പറഞ്ഞും പോവാണ് കേട്ടോ. പണ്ടിങ്ങനെ വേനയാകുമ്പോഴത്തേക്കും തുണിയെല്ലാം വാരിപ്പെറുക്കി ഇതുപോലെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞു പോകും കേട്ടോ. അത് വല്ലാണ്ട് ഞാനങ്ങ് മിസ് ചെയ്ത് പോയേ. അങ്ങനെ പോണ വഴിയെല്ലാം കാണാൻ നല്ല രസമാണ് കേട്ടോ. ഞങ്ങൾ തോട്ടിൽ പോയപ്പോഴത്തെ അവസ്ഥ, നമ്മൾ തോട്ടിൽ കുളിക്കാൻ വന്നെയായിരുന്നു. പക്ഷെ തോട്ടിൽ വെള്ളമില്ല. അപ്പം നമ്മൾ കൂട്ടത്തിൽ കസിൻ ചേച്ചിയുണ്ട്, ബാബുസ്വാമി. അങ്ങനെ ഞാനും എൻ്റെ ബാബുസ്വാമിയും ചെറുതായിട്ടൊന്ന് ചമ്മിയെങ്കിലും ഇവിടെ പൊക്കത്തുനിന്ന് നല്ല പനംകൊല ചാടി കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് പൊട്ടിച്ച് ഞാൻ കഴുത്തിൽ മാല പോലെ ഇട്ട്. ഇവിടെ ഒരാൾ ഭയങ്കരമായിട്ട് അത് കറക്കി കളിക്കുകയൊക്കെ ആയിരുന്നേ. പിന്നെ അങ്ങോട്ട് ചിരിയും തമാശയും കളിയൊക്കെ ആയി. തോടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ നല്ല സങ്കടം വന്നു. ഈ കടവിലൊക്കെ ഞാനും കൂട്ടുകാരും ഉണ്ട് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇവിടെ കിടന്ന് ചാടി മറിഞ്ഞ് കുളിക്കാറുണ്ടായിരുന്ന കടവായിരുന്നു. പിന്നെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്ന ഇടയിൽ ബാബുസ്വാമിയുടെ കണ്ണിലൊരു സംഭവം പെട്ട മുന്തിരിക്കൊല പോലെ ഉണ്ടല്ലേ. അങ്ങനെ ഇത് പാടത്താളിയുടെ ഗുരുവാണ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ആറ്റി കൊണ്ടുവിടാമെന്ന്. അപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എണ്ണ ഇത്രയും വാരിപ്പൊത്തി വന്നപ്പോൾ ഞാൻ ഓർത്തില്ല ഇത്രയും വലിയ എട്ടിൻ്റെ പണി കിട്ടുമെന്ന്. അങ്ങനെ നമ്മൾ ആറ്റിലെത്തിയപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. ഈ ആറ്റിൻ്റെ തീരത്തൊക്കെ നല്ല കാറ്റാണ്. ഇവിടെ വന്നിരിക്കാനൊക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ തോട് കണ്ടപ്പോഴത്തേക്കും എൻ്റെ ചേച്ചി ഒരു ഇച്ചിരി നാഗവല്ലി ആയോ എന്നൊരു സംശയം. അങ്ങനെ ഞാനും കുഞ്ഞിയർക്കനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞാനാണെങ്കിലും കണ്ട സന്തോഷത്തിൽ ഞാനങ്ങ് ചാടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടേ. എന്നിട്ട് ഈ ചേച്ചിയാണെങ്കിലും നല്ലപോലെ തുണിയെല്ലാം വാരിപ്പറക്കി അലക്കിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ കുറേ നേരം നീന്തി കുളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണെങ്കിൽ പണ്ട് ഇങ്ങനെ മേലെല്ലാം തേച്ച് കുളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചകിരി കൊണ്ടുവരും കേട്ടോ. അത് പിന്നെ പറിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരത്തേക്ക് എൻ്റെ പ്രകസനമായിരുന്നു. ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ എൻ്റെ കുഞ്ഞു കുഞ്ഞു പ്രകസനങ്ങൾ ഞാൻ കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ക്യൂട്ട്നെസ്സൊക്കെ ഇടുന്നുണ്ട്. കുറേ നേരം നീന്തി കുളിച്ച് ഒരു ഇരുട്ടൊക്കെ വീടാറായി. കിളികളെല്ലാം അതുങ്ങളുടെ കൂട്ടി പോകാറായപ്പോഴാണ് കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞിറക്കനാണെങ്കിൽ അലക്കി വെച്ച ബക്കറ്റിലെ തുണികളെല്ലാം എടുത്ത് കാറി കൊണ്ടേ വെക്കണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരും വരേക്കും ടാറ്റ ബൈ ബൈ ഗായ്സ്.